ഇക്കഴിഞ്ഞ ജൂൺ 28 കൊച്ചിയിൽ നിന്ന് പാഴ്സലുകൾ പിടികൂടി. അതിനുള്ളിൽ ഉണ്ടായിരുന്നത് ലഹരി, 250-ലേറെ LSD ബ്ലോട്ടുകൾ. NCB ഉദ്യോഗസ്ഥർ അതിനു പിന്നാലെ പോയി. തകർത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് ലഹരി വിൽപ്പന ശൃംഖലയായ കെറ്റാമെലോൺ. കുടുങ്ങിയത് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ. പിടികൂടിയത് 35 ലക്ഷത്തിലേറെ രൂപ വില വരുന്ന LSD ബ്ലോട്ടുകളും 131.66 ഗ്രാം കെറ്റാമിനും 70 ലക്ഷം രൂപ വിലമതിക്കുന്ന ഡിജിറ്റൽ ആസ്തികളും. ഇയാൾ ഒരു മാസം കൈകാര്യം ചെയ്തത് 10,000 LSD ബ്ലോട്ടുകൾ. എഡിസൺ എന്ന വമ്പൻ സ്രാവിനെ കുടുക്കിയത് ഓപ്പറേഷൻ മെലൺ. മൂവാറ്റുപുഴയിലെ വീട്ടിലിരുന്ന് എഡിസൺ എങ്ങനെയാണ് ഇത്ര വലിയ ശൃംഖല സൃഷ്ടിച്ചത്? എന്താണ് കെറ്റാമെലോൺ? എന്താണ് ഡാർക്ക് നെറ്റ്? NCB അധികൃതർ പറയുന്നതനുസരിച്ച് ഇന്ത്യയിലെ ഏക ലെവൽ 4 ഡാർക്ക് നെറ്റ് ശൃംഖലയാണ് കെറ്റാമെലോൺ. വിൽക്കുന്ന മയക്കുമരുന്നിന്റെ വീര്യവും വിതരണം ചെയ്യുന്നതിന്റെ അളവും കസ്റ്റമർ സർവീസും അനുസരിച്ചാണ് ലെവലുകൾ നിർണ്ണയിക്കപ്പെടുന്നത്. കെറ്റാമിൻ എന്ന ലഹരിയുടെ കടത്തുമായി ബന്ധപ്പെട്ടാണ് ഈ ശൃംഖലയ്ക്ക് കെറ്റാമെലോൺ എന്ന് പേര് വന്നത്. എഡിസൺ ഡാർക്ക് നെറ്റിലൂടെ കഴിഞ്ഞ 2 വർഷമായി സജീവമായി മയക്കുമരുന്ന് വിൽപ്പനയും വിതരണവും നടത്തി വരികയായിരുന്നു. ആഗോളതലത്തിൽ LSD കടത്തുന്ന ഏറ്റവും വലിയ ലഹരി റാക്കറ്റായ ഡോക്ടർ സ്യൂസ് അഥവാ ട്രൈബ് സ്യൂസിന് കീഴിൽ UK-യിൽ പ്രവർത്തിക്കുന്ന ഗുംഗാദിനിൽ നിന്നാണ് കെറ്റാമെലോൺ സംഘം പ്രധാനമായും മയക്കുമരുന്ന് വാങ്ങിയിരുന്നത്. രാജ്യത്ത് വിപുലമായൊരു ശൃംഖല ഇയാൾ സ്ഥാപിച്ചിരുന്നു. ബംഗളൂരു, ചെന്നൈ, ഭോപ്പാൽ, പട്ന, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെയും പ്രധാന നഗരങ്ങളിലേക്ക് ഇയാൾ LSD അയച്ചിട്ടുണ്ട്. 14 മാസത്തിനുള്ളിൽ രാജ്യവ്യാപകമായി 600-ലധികം ഷിപ്മെന്റുകളാണ് എഡിസൺ നടത്തിയത്. ഇതിൽ നിന്നു തന്നെ കെറ്റാമെലോൺ ശൃംഖലയുടെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാം. എഡിസന്റെ വീട്ടിൽ നിന്നും NCB ലഹരി വസ്തുക്കൾക്കൊപ്പം ഒരു പെൻ ഡ്രൈവും പിടികൂടിയിരുന്നു. ഡാർക്ക് നെറ്റിലേക്ക് ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അടങ്ങിയ പെൻ ഡ്രൈവ്. ഇതുപയോഗിച്ചാണ് എഡിസൺ ഡാർക്ക് നെറ്റിലേക്ക് കടന്നതും ലഹരി വിൽപ്പന നടത്തിയതും. എന്താണ് ഡാർക്ക് നെറ്റ്? ഇന്റർനെറ്റിന്റെ ഇരുണ്ട ഇടനാഴി. പ്രത്യേകം എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള നെറ്റ്വർക്കാണ് ഡാർക്ക് നെറ്റ് അഥവാ ഡാർക്ക് വെബ്. സാധാരണ ഒരു സെർച്ച് എഞ്ചിനോ ബ്രൗസറോ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് ഡാർക്ക് നെറ്റിലേക്ക് ആക്സസ് ചെയ്യാനാകില്ല. പ്രത്യേകം സോഫ്റ്റ്വെയർ വേണം. നാം സാധാരണയായി ഗൂഗിളിലോ മറ്റേതെങ്കിലും സെർച്ച് എഞ്ചിനിലോ ഒക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് സർഫസ് വെബ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, സൈറ്റുകൾ ഇതൊക്കെ സർഫസ് വെബിൽ ഉൾപ്പെടും. ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഇതിനും താഴെ ഡീപ്പ് വെബ് എന്നൊരു മേഖലയുണ്ട്. ഇവിടെയുള്ള വിവരങ്ങൾ സെർച്ച് എഞ്ചിനുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെടില്ല. ഇവയുടെ ലിങ്ക് കൈവശമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടേക്ക് ഇറങ്ങിച്ചെല്ലാനാകൂ. ഏറ്റവും താഴെയുള്ള മേഖലയെയാണ് ഡാർക്ക് വെബ് എന്ന് വിളിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ചില സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മാത്രമേ നമുക്കിതിലേക്ക് കടക്കാനാകൂ. കത്തെഴുതുമ്പോൾ നമുക്ക് പിൻകോഡ് ഉണ്ടാകാറില്ലേ? അതുപോലെ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോഴുള്ള നമ്മുടെ മേൽവിലാസമാണ് IP അഡ്രസ്. നമ്മൾ സെർച്ച് ചെയ്താലോ ഇന്റർനെറ്റ് യൂസ് ചെയ്താലോ ഒക്കെ നമ്മുടെ സിസ്റ്റത്തിന്റെ IP അഡ്രസ് കണ്ടുപിടിക്കാനാകും. പക്ഷേ ഡാർക്ക് നെറ്റ് ഉപയോഗിച്ചാൽ നമ്മുടെ IP അഡ്രസ് ആർക്കും കണ്ടുപിടിക്കാനാകില്ല. ഡാർക്ക് നെറ്റിൽ ഉപയോക്താവിന്റെ IP പലതവണ പല സെർവറുകളിലൂടെ കടന്നു പോകുന്നു, പലതവണ എൻക്രിപ്റ്റ് ചെയ്യുന്നു. ഇതാണ് ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കായി പലരും ഡാർക്ക് നെറ്റിലേക്ക് എത്തുന്നതിന് കാരണം. ബ്ലാക്ക് മാർക്കറ്റിൽ ഈസിയായി കടക്കാം. മയക്കുമരുന്ന് കച്ചവടം, ആയുധങ്ങളുടെ കച്ചവടം, വ്യാജരേഖകളുടെ വിൽപ്പന, ചൈൽഡ് പോർണോഗ്രഫി, ഹാക്കിംഗ് സേവനങ്ങൾ തുടങ്ങി പല കാര്യങ്ങളും ഈ ഡാർക്ക് നെറ്റിലുണ്ട്. സുരക്ഷിതവും അജ്ഞാതവുമായ ആശയവിനിമയത്തിനായാണ് ഡാർക്ക് വെബ് ആദ്യം വികസിപ്പിച്ചെടുത്തത്. പല രാജ്യങ്ങളും സൈനിക രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ എൻക്രിപ്റ്റഡ് വെബ് സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ പിന്നെ അനധികൃത ആയുധ വിൽപ്പന, ലഹരിമരുന്നിന്റെ കൈമാറ്റം തുടങ്ങിയ ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായും ഡാർക്ക് വെബ് മാറുകയാണ് ഉണ്ടായത്. ഇതാദ്യമായല്ല NCB ഒരു ഡാർക്ക് നെറ്റ് ശൃംഖലയെ കുടുക്കുന്നത്. 2023 സാംബഡ എന്ന LSD കാർട്ടലിനെയും NCB കുടുക്കിയിരുന്നു. ഇന്ത്യയിലെ ഏക 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഡാർക്ക് നെറ്റ് ശൃംഖലയായിരുന്നു സാംബഡ. ഇന്റർനെറ്റിന്റെ ഈ കാലത്ത് എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലാണ്. ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഓർക്കുക, നമ്മുടെ രക്ഷകൻ നമ്മളാണ്, നമ്മുടെ തീരുമാനങ്ങളാണ്.